evening and welcome to A&M Express presented by Time Express Cargo. ഞാൻ ആതിര. ഞാൻ മുരുകേഷ്. So welcome to our show. Yes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രോമിസ് ചെയ്ത പോലെ തന്നെ 8:30 മണിക്ക് നമ്മളിവിടെ എത്തിയിരിക്കണം. ആതിര കുറച്ച് ലേറ്റ് ആയെങ്കിൽ കൂടിയും ഞാൻ ലേറ്റ് ആയിട്ടില്ല. കറക്റ്റ് ടൈമിൽ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത്? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്തൊക്കെ ചെയ്തു? അതെ, എങ്ങനെ പോയി ഒരാഴ്ച? ഹൗ വാസ് ദിസ് വീക്ക്? കാരണം വീക്ക് തുടങ്ങുന്നതും കാണാം, വീക്ക് തീരുന്നതും കാണാം. ഞാൻ നോക്കുമ്പോഴത്തേനും ദിവസം അപ്പൊ നമ്മള് ഓണം ഓണം എന്ന് പറഞ്ഞിരുന്നത് എന്റെ അടുത്ത ആഴ്ച ഓണവുമായി. അത് ഓണം വരണ്ടേരുന്ന വരണം, പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് വന്നു. നമ്മള് ഞാൻ വിചാരിച്ച ഓണത്തിന് ഇനി സമയമുണ്ടെന്ന് നോക്കുമ്പോ അല്ല, അടുത്ത ആഴ്ചയാണ് ഓണം. കുറവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിക്കണം. എന്തായാലും ഞാനിങ്ങനെ വളരെ ഇതായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തോന്നു മുരുകേശിന്റെ കഴിച്ചിട്ടേ പോവാൻ പാടുള്ളൂ. അതായത് എന്റെ 50 വയസ്സിന്റെ ഭക്ഷണം കഴിച്ച ഉടനെ അല്ലേ, 50 വയസ്സിന് എന്റെ പിറന്നാൾ ഭക്ഷണം കഴിച്ച് അവസാനത്തെ ഉരുള വായി വെച്ചിട്ട് എന്നല്ലേ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. ദൈവത്തിനറിയാം. അപ്പൊ എന്താ നമ്മുടെ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കിയിട്ട് ആരാണത്? അവിടെ അടിയാണോ? മാലിക് എന്താണ് മണി? മാലിക് അവിടെ എന്താണ് സംഭവം? ടെക്നിക്കൽ ഇഷ്യൂ പാത്രം വീഴുന്നതാണ്. നിങ്ങളുടെ അവിടെയോ? എനിക്ക് അയ്യോ, നമുക്കാണോ മുഴക്കം? അതവിടെ അല്ലല്ല, മുഴക്കമുണ്ട്. ആണോ? ഒരു കൂക്ക് പോലെ അല്ലേ? മാലികിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെ മൈക്ക് വരെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ ജിമ്മിൽ വേറെന്തോ പ്രശ്നം നടക്കുമല്ലായിരുന്നോ? അല്ല, അത് പുള്ളി അതിട്ടിട്ട് ചെയ്യുന്നതാണ്. തമ്പുരു. ഓക്കെ. എന്തൊക്കെയുണ്ട് മാലിക് വിശേഷം? അടുത്ത ആഴ്ച ഓണാണ്. ഓണത്തിന് എന്താണ് പരിപാടി? ഓണം വീട്ടിൽ കൂടുന്നു അതോ ജോളി ബീയിൽ നിങ്ങൾ എല്ലാവരും കൂടുന്നു? എങ്ങനെയാണ്? വീട്ടിൽ ഉണ്ടാക്കില്ല? മാലിക്ക് മോനെ, നീ ലൗഡ് സ്പീക്കറിലാണോ? അത് ശരിയാ, പാവ അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കുന്നത്. മാലിക്, നീ ലൗഡ് സ്പീക്കറിലാണോ? സോറി, ലൗഡ് സ്പീക്കറിലായോതാണ്ടാണോ ഈ ഒരു ടെക്നിക്കൽ പ്രശ്നം? അല്ല, അല്ലെങ്കിലും ഓക്കെ. അപ്പൊ എന്തായാലും മാലിക്കിനോട് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. നല്ല രീതിയിൽ ഓഡിയോ കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ വരുമ്പോ മാത്രം എന്താണ് ഈ ഒരു ചിറ്റമ്മ നയം? അത് വളരെ കൂലങ്കഷമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉടനെ തന്നെ കമ്മിറ്റി എന്തൊക്കെയാണ് വരുന്നല്ലേ? എന്തായാലും ഗസ്റ്റ് മൂവി മുകേഷ്, സായ്കുമാർ, ജഗതി, സൈനുദ്ദീൻ. മുകേഷ് എന്ന് കേൾക്കുമ്പോഴിപ്പം ഒരു ഇതാണ്. സൈനുദ്ദീൻ ഒരു വ്യാജ അറബിയായി എത്തുന്നു. അതേ സിനിമ. ഫാക്ടറി പ്രശ്നമാണ് പ്രധാന കഥാപാത്രം. അയ്യോ, കഥാപാത്രമല്ല, കഥാപശ്ചാത്തലം. മുകേഷ്, സായ്കുമാർ, ജഗതി, സൈനുദ്ദീൻ. ഓക്കെ. ജഗതി ശ്രീകുമാർ ആയിരിക്കുമല്ലോ. പിന്നെ സൈനുദ്ദീൻ ഒരു വ്യാജ അറബിയായി എത്തുന്നു. ഫാക്ടറി പ്രശ്നമാണ് പ്രധാന പശ്ചാത്തലം, കഥാപശ്ചാത്തലം. ഇത് ഏത് സിനിമ? സൈനുദ്ദീൻ അറബിയായി വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കത് ഓർമ്മയില്ലല്ലോ. സൈനുദ്ദീൻ അറബിയായി വരുന്ന സിനിമ ഏതാണ്? അങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടോ. ഈ പടത്തിന്റെ പേര് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ഹിറ്റ്ലർ വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കേ. ആരാണ്? എല്ലാരും ചൊല്ലണം. അതാണ് സിനിമയുടെ പേര്. എല്ലാരും ചൊല്ലണ്. കേട്ടിട്ടുണ്ടോ ആ സിനിമ? എനിക്ക് ആ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കഥാപാത്രം എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ എന്തായാലും ആ ഒരു മണിമുഴക്കം ഒന്ന് നിക്കട്ടെ. അപ്പൊ താങ്ക് യു മാലിക്, വിളിച്ചതിന് വളരെ സന്തോഷം. മാലിക്, ചിട്ടയായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്യൂ. അപ്പൊ ഇനി വിളിക്കാനാട്ടാ. എന്താന്നറിയില്ല, ചെറിയ ചുമ, തൊണ്ടയിങ്ങനെ. ചെറിയ ചുമയൊന്നും അല്ല, ഒരുമാതിരി വില്ലൻ ചുമ. വണ്ടിക്കകത്തൊക്കെ കയറി കഴിഞ്ഞാൽ എന്റെ അപ്പവും വരെ ഇതൊരു സ്വീറ്റ് ആയിട്ടാണ് ചുമക്കുന്നത്. എന്തൊരു ചുമയായിരുന്നു. AC ഇടാൻ പറ്റൂല കാറിനകത്ത്. സോറി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു AC ഒന്ന് കുറച്ച് വെക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാൻ. എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് തിരിച്ചു.
വെൽക്കം ബാക്ക്. അതിലേക്ക് ചുമ കടുത്ത് അങ്ങനെ വെള്ളം ഒരാൾക്ക് ഒരു ചുമ വന്ന കളിയാക്കല്ല വേണ്ടത്. ഇങ്ങനെ കളിയാക്കുന്നവരുടെയൊക്കെ വിധി അറിയാലോ അല്ലേ? അപ്പൊ പ്രാവി പോണം. ആ ചുമച്ച് ഇവിടെ കിടന്ന് മറിഞ്ഞപ്പോ ഞാനാണ് ബ്രേക്ക് പറഞ്ഞത്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ആ ഒരു ഇത് മറിച്ച് ഞാനാണ് ചുമക്കുന്നെങ്കിലോ ഞാൻ ബ്രേക്ക് പറയും. ആര് പറയും? ഞാൻ പറയും. ഹലോ, ഇപ്പോഴും ഹലോ, ഗുഡ് ഈവനിങ് ശൈല ആന്റി. ആ ആന്റി, എന്തുണ്ട് വിശേഷം? ആന്റിയുടെ ശബ്ദം ക്ലിയർ അല്ല അല്ലേ? ആന്റിയുടെ ശബ്ദം ക്ലിയർ ആണ്, പക്ഷെ ഒരു ഹൗളിംഗ് വോയിസ് ഉണ്ട്, ഒരു ഹൗളിംഗ് ഇതുണ്ട്, ഡിസ്റ്റർബൻസ്. ആന്റി പറഞ്ഞോ, ഓണത്തിന് എന്താണ് പരിപാടി? എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓണമായിട്ട് ചെയ്യാൻ? വെളിയിൽ പോയി സദ്യ കഴിക്കുക അല്ലേ ആന്റി? ആക്ച്വലി ഇവിടെ എല്ലാ ഹോട്ടലിലും സദ്യയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തിനാണ് വീട്ടിൽ ഇത്രയും ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും. ശരിയാണ്, പിന്നെ സത്യം. അതെ, ലുലുലൊക്കെ ഇപ്പോഴേ കൗണ്ടർ ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുതൽ. ലുലുല് പഴയിടം നമ്പൂതിരിയുടെ അല്ലേ? ഹൗളിംഗ് കൂടി ആണോ? വാങ്ങിച്ചു കഴിച്ചല്ലേ? അതെ. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ചെയ്യാ ആന്റി. ഒരു പായസം വീട്ടിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായി അതെന്താ കണക്കാക്കാം. അല്ലെ, നമ്മള് പറഞ്ഞു പറയും ഇങ്ങനെ ഓണത്തിന് വീട്ടിൽ ഇങ്ങനെ അടുപ്പ് കത്തിക്കാതിരുന്നൂടാന്ന് പറയാം. അപ്പൊ എന്തെങ്കിലും പേരിനുണ്ടാക്കുക. അടുപ്പ് വെറുതെ ഇങ്ങനെ ഗ്യാസ് എനിക്ക് ഉപദേശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. ഗ്യാസ് ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്താൽ മതി. ഇല്ല, നമ്മൾ എന്തെങ്കിലും വെക്കണം, ഒരു പപ്പടം കാച്ചയോ അല്ലെങ്കിൽ ചായ ഇടുവോ എന്തെങ്കിലും ചെയ്താൽ മതി. അമ്മയെ കൊണ്ട് ചെയ്യിക്കാന്നല്ലേ? അല്ല, അമ്മ എന്തായാലും ചെയ്യുമല്ലോ. എനിക്ക് ഇതൊക്കെ കേൾക്കുന്നത് എനിക്ക് തല പെരുക്കുന്ന പോലെ ശിവശിവാ. പ്രായമായവരെ കൊണ്ട് ജോലി ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. എന്റെ അമ്മ എന്നെ പോലെ ധർമ്മേന്ദ്ര തത്വമസി. ആന്റി ചോദ്യം ചോദിക്കട്ടെ? ആന്റി ഗസ്തി മൂവിയാണേ. മുകേഷ്, ജഗതി, നവാസ്, സലിം കുമാർ. മുകേഷ് ഒരു ലോറി ഡ്രൈവറാണ്. പുഷ്കരൻ എന്ന കഥാപാത്രത്തെ കലാഭവൻ മണി അവതരിപ്പിക്കുന്നു. മുകേഷ് ലോറി ഡ്രൈവറെ പഴയ ഒരു സിനിമ എനിക്ക് ഓർമ്മയുണ്ട്. ഓ, ഇതൊക്കെ എങ്ങനെ? അല്ല, വേറൊരു കല്യാണമാണ് ആന്റി. ഒരു ചാൻസ് കൂടെ. മീനാക്ഷി കല്യാണം. മീനാക്ഷി കല്യാണം എന്നായിരുന്നു സിനിമയുടെ പേര്. എന്തായാലും ആന്റി അതിന്റെ അടുത്ത് വരെ എത്തി. അതെ. അപ്പൊ എന്തായാലും സാറിൽ എന്നെ പിന്നെയും വിളിക്കണം കേട്ടോ. ആന്റി. അപ്പൊ അങ്ങനെ മീനാക്ഷി കല്യാണം എന്ന് പറഞ്ഞ സിനിമ ഓർമ്മ വരുന്നില്ല. അപ്പൊ ഏതെങ്കിലും സിനിമകൾ കണ്ടു? ഞാൻ സിനിമ കണ്ടില്ല. ഇന്ന് സിനിമ കാണാൻ പോവാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ജിയോ 80 ഗോട്ട്. പക്ഷെ എനിക്കത് കാണാൻ പോകാൻ പറ്റില്ല, കാരണം എനിക്ക് ഷോ അതാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഷോയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. കണ്ട എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആരും പറയുന്നത് കേൾക്കാറില്ല. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോയി കാണും. ഞാൻ എന്തായാലും പോയി കാണാൻ സിനിമ. നിനക്ക് അങ്ങനെ തന്നെ വേണം, പോയി കാണണം. ഞാൻ അങ്ങനെ സിനിമ കണ്ട് ഞാൻ അതിന്റെ എന്താ ആൾക്കാർ ഇപ്പൊ എന്ത് വേണമെങ്കിലും പറയാം. ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടും. അതെ അതെ, ശരി. ഞാൻ ഓടിയൻ ഇതുപോലെ മോശം അഭിപ്രായം പറഞ്ഞ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തേ? അല്ല, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കൽക്കി കണ്ടു. OTT മറ്റേ തിയേറ്ററിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ OTT ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ കണ്ടു. കുഴപ്പമില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് ബോറടിച്ചു. പക്ഷെ പുള്ളി വന്നതിന് ശേഷം, ഏത് പുള്ളി? അപ്പൂപ്പൻ, നമ്മുടെ അമിതാഭ് ബച്ചൻ വന്നതിന് ശേഷം പുള്ളി അപ്പൂപ്പൻ വിളിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. അശ്വത്ഥാമാവ് എന്നുള്ള കഥാപാത്രം അത്രയും ഏജ്ഡ് ആയിട്ട്. അപ്പൊ പുള്ളി വന്നിട്ട് ചെയ്ത ഫൈറ്റ് ഒക്കെ ഒരു 84 അല്ലേ, 84 വയസ്സായിട്ടില്ലേ?
ആ പ്രായമായിട്ടുള്ള ഒരാൾ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ പിന്നെ ഒരു ഇത് കണ്ടു, പുള്ളിയുടെ ഡ്യൂപ്പായിട്ട് വന്ന വേറൊരാളെ കണ്ടായിരുന്നു 7 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് അമിതാഭ് ബച്ചന്റെ ഡ്യൂപ്പായിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തല്ലേ. ഓബിയസ്ലി കുറച്ചുണ്ടാവും, പക്ഷെ ബാക്കി ഫൈറ്റ് ഒക്കെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. 54 വയസ്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രായം. എഗൈൻ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, അദ്ദേഹം അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന മനുഷ്യൻ സ്ക്രീനിൽ വരുമ്പോൾ ആ ഒരു കരിസ്മ ഇസ് ലൈക്ക് അമേസിംഗ്. അല്ല, അത് പഴയ സിനിമകൾ കണ്ടാലും ഇപ്പൊ ദീവാറൊക്കെ തന്നെ ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ പുള്ളിക്ക് ദൈവം എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. ഹൈറ്റ്, വോയിസ്, ആ ഒരു എന്താണ് ചാം എല്ലാം കൊടുത്തിട്ടുള്ളൊരു നടനാണ്. അത് എന്ത് രസമായിട്ടാണ് സംസാരിക്കണേ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ വോയിസാണ് ഭയങ്കര ഇഷ്ടം. പുള്ളി അഭിഷേക് ബച്ചൻ പോലും കിട്ടിയിട്ടില്ല അത്രയും. ചിലര് സംസാരിക്കും വള വള വളന്ന്, അങ്ങനെയല്ല. അതെ, അത് ചില സ്ത്രീകളും അങ്ങനെ തന്നെ. ഇപ്പൊ അഞ്ജലി മേനോനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഇതുപോലെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ആക്കത്തില്ല, വളരെ എന്താണ് സൗമ്യമായി സംസാരിച്ച്. അതാണ് എല്ലാരും പറയും എന്നെ പോലെ തന്നെയാണെന്ന്. ആരെ പോലെ? ഞാൻ ലൈവിലായി ഇന്നസെന്റ് തുപ്പിട്ട് ചോറ് പോകുന്നു. ഓണപരിപാടി എന്താണ് മുരുകേഷിന്റെ? ഓണപരിപാടി എന്ന് പറഞ്ഞാൽ ഓണത്തല്ല് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലരെ കൈ കിട്ടണം അന്ന്. മടല് വെട്ടിയിട്ട് അറിയണം കുറച്ച് പേരെ, എന്റെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, ഓണത്തിന് എന്താണ് വീട്ടിലെന്തായാലും ഉണ്ടാവും, പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടിയില്ല. മുരുകേഷ് എന്തൊക്കെ ഉണ്ടാക്കത്തില്ല, അതൊക്കെ അടപ്പായസം. എന്റെ അടപ്പായസം വെച്ച സദ്യയാവോ? അടപ്പായസം എന്ന് പറയുന്നതാണ് അതിന്റെ കാതൽ. ഓക്കെ, അതുണ്ടായിക്കോട്ടെ, അത് കാതലായിക്കോട്ടെ. പക്ഷെ ഒരു അടപ്പായസം വെച്ചു അങ്ങനെ ഓരോരുത്തർ ഓരോന്നേക്കും. ചേച്ചി, കുട്ടി 2 പിള്ളേരുണ്ട്, അവരും നോക്കുവോ? പിള്ളേരേക്കത്തില്ല. നിങ്ങളെ വീട്ടിലെ പോലെ 45 വയസ്സുള്ള ആള് 12 മണിക്ക് എണീറ്റ് വരുമ്പോ സദ്യ വിളമ്പുന്ന ഒരു ഏർപ്പാടല്ല നമ്മളെ വീട്ടിൽ. പാവപ്പെട്ട ഒരു അമ്മയെ, ഞാൻ സത്യം പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിന് ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി ഇതിന് വരണം. എന്നിട്ട് ചിലരെയൊക്കെ ഉണ്ടല്ലോ, തൂക്കിക്കൊല്ലണം, പിന്നെയും താഴെ ഇറക്കണം, വീണ്ടും തൂക്കിയിടണം, വീണ്ടും താഴെ ഇറക്കണം, വീണ്ടും തൂക്കിയിടണം, അങ്ങനെ ചെയ്യേണ്ടി വരും. ചിലര് അത്രയും ദുഷ്ടതയാണ് ഇവിടെ പ്രായമായവരടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രായമായി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ്? വയസ്സായി എന്നല്ല, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 50-55 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് വെച്ചാൽ പിന്നെ എന്തിനു റിട്ടയർമെന്റ് വെച്ചിരിക്കുന്നത്? ആക്കാൻ നീ സമ്മതിക്കൂല, സമ്മതിക്കത്തില്ല. അതാണ് പീഡനമാണെന്നേ. ഞാൻ ഈ അടുത്ത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ടാൻസാനിയയിലുള്ള സാൻസിബാറും ടാൻസാനിയയുടെ ഒന്നായിപ്പോയി. ടാൻസാനിയയിലുള്ള ഒരു അടിമ കച്ചവട കേന്ദ്രം കാണിച്ചു. അവിടത്തുള്ള അടിമകളുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് പല അമ്മമാരെയാണ് എന്റെ മനസ്സിൽ വന്നത്. ഇതുപോലെ വീട്ടിലെ അകത്തളങ്ങളിൽ കെട്ടിയിട്ട് അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിക്കുന്ന ഇവർക്കെതിരെ നിങ്ങൾ തന്നെ പറയൂ, ഒരു കമ്മിറ്റി വേണ്ടേ ഇതൊക്കെ അന്വേഷിക്കാൻ? പാവങ്ങള് ആരേ പാവം, എനിക്ക് എന്റെ അമ്മ ഇന്ന് ഷോ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര കലിപ്പിലായിരിക്കും. അല്ല, ഞാൻ എല്ലാ അമ്മമാരെയും ചേർത്താണ് പറയുന്നത്. എനിക്കിപ്പോ ഇങ്ങനെ എന്റെ അമ്മയെ നോക്കി വയസ്സായി 10 പ്രാവശ്യം ഒരിക്കലും ഞാൻ പ്രായമായി എന്നാണ് പറഞ്ഞത്. എക്സാക്ട്ലി അത് തന്നെ, പ്രായമായി. അപ്പൊ ആതിരിക്കായില്ലേ? ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു വീട്ടിൽ നമ്മള് വിഷയത്തിൽ നിന്ന് ഹേമ കമ്മിറ്റിയിലേക്ക് വരാം. അതല്ല, ഹേമ കമ്മിറ്റി പറയാം. അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423824991. വെറുതെ എന്താണ് വിളിക്കാതിരിക്കുന്നത്? നമ്മൾ എന്തൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കണ്ടേ? ഇവള് എന്നെ കടിച്ചു കീറി ചോര കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ വിളിക്കേണ്ടതാണ്. അപ്പൊ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഹേമ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഇപ്പൊ ഇതിനെ കുറിച്ച് ചർച്ചയാണ്. അതെ, ചർച്ചയാവണമല്ലോ. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് മലയാളം സിനിമയാണ്, ധൈര്യം കാണിച്ചത് മലയാളം സിനിമയാണ്. പാവപ്പെട്ട റിയാസ് ഖാൻ എപ്പോഴൊക്കെ മുങ്ങിപ്പോയി മലയാള സിനിമയിൽ. ഇപ്പൊ അടുത്ത ഏവനോ അടിച്ചു കയറി എന്നുള്ള ഡയലോഗ് ഇട്ടതിന് ശേഷം പുള്ളി തിളങ്ങി വരികയായിരുന്നു. അപ്പൊ ഈ അടുത്ത ട്രോള് എല്ലാവരും അടിച്ചു കയറി എന്റെ നെഞ്ചത്തോട്ട് വന്നു. അയ്യോ, ഇതെല്ലാം പോയിട്ട് ട്രോളാണ്. എനിക്ക് ചിരിച്ച് എന്നും കൊറേ ട്രോള് വായിച്ച് ചിരിക്കലാണ്. ദിലീപ് മറ്റേ മുകേഷിനെ ആ സിനിമ ഉണ്ടല്ലോ, ഏതാണ് വിനോദയാത്ര, ഇങ്ങനെ അതെടുത്തിട്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും എന്താ പറയുക, നമ്മൾക്ക് എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, അമ്മയ്ക്ക് പ്രസവവേദന മോക്ക് വീണവായനാന്നോ, അങ്ങനെ എന്തോ ചൊല്ലുണ്ടല്ലോ. അതാണ് നമ്മളിവിടെ ചിരിക്കുന്നു, ഇതൊക്കെ അനുഭവിക്കുന്നു. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം വന്നപ്പോഴത്തേക്കും മലയാളത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം വെച്ച് നോക്കി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കമ്മിറ്റി റിപ്പോർട്ടുകൾ ഒന്നും ഇതുവരെയായിട്ടും ഫലവത്തായിട്ട് വന്നിട്ടില്ല. പലതും ആർഡി ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ പറയുന്ന കേട്ടു, ഇത് ഒരു ഫസ്റ്റ് റിപ്പോർട്ട് അല്ല അത്ര ഇങ്ങനെ വരുന്നത്. ഇത് പിന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, അതിന് മുന്നേ വേറെ ഏതൊക്കെയോ കമ്മിറ്റീസ് 4-5 റിപ്പോർട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണത്? പ്രണവ് പുണ്യ.
പ്രണവ്. പ്രണവ് പിന്നെ എന്താ പറഞ്ഞ? ഉണ്ണി. പ്രണവ് ആൻഡ് പുണ്യ. പ്രണവ് ആൻഡ് പുണ്യ. ഞാൻ പേര് പറഞ്ഞാണ് മോളെ, അല്ലെങ്കിൽ വേറെ വല്ലതും വിളിച്ച് പറഞ്ഞോളാം, അതുകൊണ്ടാണ്. അപ്പൊ പ്രണവ്, നമ്മളെ വിളിക്കുന്ന പ്രണവല്ലേ? നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നത് പ്രണവാണ്. നമ്മളെ വിളിച്ചിട്ടുള്ള പ്രണവല്ലേ? നേരത്തെ വിളിച്ചിട്ടില്ലേ മോൻ? ആ, അപ്പൊ പാട്ട് പാടില്ലേ? പാട്ട് പാടില്ലേ? നമ്മുടെ ശബ്ദം അവിടോട്ടും കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ശബ്ദം ഇങ്ങോട്ടും കേൾക്കുന്നില്ല. പ്രണവ് പാട്ട് പാടുവോ? പാട്ട് പാടും. പാട്ട് പാടി തന്നെ. ഒരു ഓണപ്പാട്ടായിക്കോട്ടെ. ഓണപ്പാട്ടിന് ഇനി സമയമുണ്ട്, വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് പാടാം. പാടിക്കോ, പാട്ട് പാടിക്കോ. എന്ത് പറ്റി? കേൾക്കാൻ പറ്റുന്നില്ല. ശബ്ദം ക്ലിയർ ചെയ്യാൻ പോയതായിരിക്കും. ഓണത്തുമ്പി പാടൂ ഓരോ നാളും. ഹലോ മോനെ, പോയാ? പ്രണവേ പാട്ട് പാടുന്നുണ്ടാ? പാട്. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും തുറിയനും ചന്ദ്രനും മുന്നായവൻ കാലും നമ്മൾ കണ്ണനായി വന്നതേ ഭയമേ വാഴും രാജാവ് കരുന്നാടും ഇവനെ കൊടുവാനിടും തിരുപ്പണിക്ക് കാലം കേക്കട്ടെ. അടിപൊളി. രണ്ടുപേരും കൂടെ കോറസ് ആയിട്ട് പാടി. എനിക്ക് വയ്യ, നന്നായി പാടിയേട്ടാ. ഈ വരികളൊക്കെ പഠിച്ചു അല്ലേ? അടിപൊളി. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ? എന്ത് ചാൻസ് ആണ് ചോദ്യം ചോദിക്കാം? അവിടെ ഇടും. ഓ, പ്രേംചന്ദിന്റെ മോനാണല്ലേ? പ്രേംചന്ദിന്റെ മോനെ തന്നെ. ആ മോനെ, സോറി, അച്ഛനും അങ്കിളും ഒക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചത് കേട്ടാ. ഓ ആണോ? ആ ശരി, അറിയാം അറിയാം. ഓക്കെ. ഇപ്പം ഈ വല്യമ്മ ചോദ്യം ചോദിക്കും, ശ്രദ്ധിച്ച് കേക്കണേ. ഈ ചേച്ചി ചോദ്യം ചോദിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ മോനെ. മനസ്സിലായോ? വല്യമ്മ ചോദ്യം ചോദിക്കുന്നു ഇപ്പോ. ഉണ്ടായിരിക്കും. ഗെസ് ദ സോങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്ലൂ തരും, അത് നമ്മൾ പാട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് പറയും, പാട്ടിനെ കുറിച്ചൊരു ക്ലൂ പറയും, ഈ പാട്ട് ഏതാണ് കണ്ടുപിടിക്കണം. ഓക്കെ മോനെ, അച്ഛനും അമ്മയും അവിടെ ഇല്ലേ? അച്ഛനുണ്ട്, അച്ഛനോട് പറയൂ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലൂ ഇതാണ്. ജയറാം, മുകേഷ് എന്നിവരാണ് ഇതിന്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഔസേപ്പച്ചന്റെ സംഗീതം, കമലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അവിചാരിതമായി ലഭിക്കുന്ന കുഞ്ഞിനെ ഉറക്കുന്ന താരാട്ട് പാട്ട്. യെസ്, അവിചാരിതമായി കിട്ടുന്ന കുഞ്ഞിനെ ഉറക്കുന്ന താരാട്ട് പാട്ട്. ഇതിനകത്ത് ഇനി 2 ആക്ടേഴ്സും കൂടെ ഉണ്ട്, പക്ഷെ ഇതിന്റെ നമ്മൾ ക്ലൂ തന്നിരിക്കുന്നത് ജയറാം, മുകേഷ്. അപ്പൊ ഇവരുടെ കൂടെ വേറെ ഒരു ആക്ടറും കൂടെ ഉണ്ട്. സായ് കുമാറും കൂടെ ഉണ്ട് ഇവരുടെ കൂടെ. എന്താണ് മോനെ? മൗനം സ്വരമായി. അയ്യോ അല്ലടാ. അതെ അതെ സെയിം ആണ്, പക്ഷെ ഇത് സിനിമ ഒരു ക്ലൂ ഉണ്ട്. സുരേഷ് ഗോപി ഇല്ലേ സിനിമയിൽ? അല്ലല്ല, കറക്റ്റ് അല്ല മോനെ. കന്നിപ്പേലിത്തൂവലൊരുക്കും പെണ്ണിനി തേൻ കുരുന്നേ കുന്നോളം താലോലം നന്ന വിളിച്ചാലും കൈവിടാതെ ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട് മെല്ലെ ചാഞ്ഞുറങ്ങാൻ ചാഞ്ചാട്. അതാണ് പാട്ട്. ഇതായിരുന്നു പാട്ട്. തൂവൽ സ്പർശമല്ലേ സിനിമ? തൂവൽ സ്പർശം. അപ്പൊ പ്രേമേ, അപ്പൊ നിനക്കറിയാതെ പോയാലോടാ ഈ പാട്ട്?
പാട്ടറിയാം, ഇത് ഓർമ്മിച്ച് കിട്ടണ്ടേ? ഓർമ്മിച്ച് കിട്ടുന്നില്ല. ശരി ശരി, മിടുക്കറേട്ടാ പ്രണവ്. പ്രണവൻ പുണ്യ നന്നായി പാടി കേട്ടോ, നന്നായി പാട്ട് പാടി. ഇനി എല്ലാ വ്യാഴാഴ്ചയും വിളിച്ചിട്ട് നമുക്ക് പാട്ട് പാടി തരണം കേട്ടോ. പ്രണവൻ പുണ്യ ട്വിൻസ് ആണോ? ട്വിൻസല്ല. അല്ല, ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന മോൻ? പ്രണവ് 7ാം ക്ലാസ്സിലും പുണ്യ 1ാം ക്ലാസ്സിലും. ഓഹോ, 1ാം ക്ലാസ്സിലാളാണ് ലീഡ് എടുത്തിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ബൈ ബൈഡാ ബൈ പ്രേം. അപ്പൊ ഇതാണ് ഹേമ കമ്മിറ്റിയിലേക്ക് വരാം. അപ്പൊ ഇതുപോലെ അതായത് നേരത്തെ പറഞ്ഞു വെച്ചാല് ഇതുപോലെ ഒരുപാട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ഇല്ല, പക്ഷെ ആ റിപ്പോർട്ടുകൾക്കൊന്നും ഒന്നും അത് വെളിച്ചം കണ്ടിട്ടും ഇല്ല. അതിന് എന്താണ് പ്രതിവിധി എന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വെളിച്ചം കാണില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടെന്ന് അല്ല, വെളിച്ചം കണ്ടു, പക്ഷെ പ്രതിവിധി ബോൾഡായിട്ട് 1-2 പേര് ഇനി പുറത്തു വന്നു. അത് ചാനലുകാരെടുത്ത് അങ്ങ് പൊക്കി. അതിലാണ് സംഭവിച്ചത്. അല്ലാതെ ഇത് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു സംഭവം അല്ലായിരുന്നല്ലോ. ആരാണ് ബോൾഡായി 1-2 പേര്? ഇപ്പൊ 1-2 സ്ത്രീകൾ വന്നിട്ട് പലരുടെയും പേര് വിളിച്ചു. അങ്ങനെ. അപ്പൊ ഇതില് ഏറ്റവും വലിയ രസം, എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല്, പക്ഷെ അത് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കുട്ടികൾ വന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇതും അങ്ങനെ മുങ്ങിപ്പോയാനെ. ഇത് കാരണം വയനാട് പ്രശ്നം അത്രയും രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ്. അതിനു മുന്നേ മറ്റൊരു ചെറുപ്പക്കാരൻ ലോറിയുടെ അടിയിൽപ്പെട്ട് ലോറിയായിട്ടും കാണാതായ ആ ഒരു പ്രശ്നം, അത് കഴിഞ്ഞിട്ട് വയനാട് പ്രശ്നം. ഇപ്പോൾ നമ്മളെ മറ്റേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയിൽ മുരളി ഗോപി ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് പോലെ പരുന്ത് ചാവുന്നത് വരെ, എന്താണ് പാമ്പ് ചാവുന്നത് വരെ പരുന്തിന്റെ കഥ, അങ്ങനെ അവസാനം. അപ്പൊ അങ്ങനെ പോകുന്നു വിചാരിച്ചു, പക്ഷേ അവിടെ നിന്നില്ല. പക്ഷേ എന്തായാലും ഇത് ഒരു നല്ലതിനാവാം. ഇന്ത്യ മുഴുവൻ ഇതിനെ കുറിച്ച് ഒരു ചർച്ച വരുന്നുണ്ട്. അല്ലെങ്കിൽ പലർക്കും സംസാരിക്കാനുള്ള ഒരു ആർജവം ഈ റിപ്പോർട്ടിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഹലോ, അബ്ദുൽ സമദ് ആണേ. അബ്ദുൽ സമദ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താണ് ഓണ പ്ലാൻസ് ഒക്കെ എന്താണ്? സൺഡേ ആണ് ഓണം, അപ്പൊ എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് ആഘോഷിക്കാം. ആളൊന്ന് പറയട്ടെ. ഓണത്തിന് അവധിയാണ്, നബിദിനമാണെന്ന്. നബിദിനാണോ അന്ന്? ഓ അതെ, അടിപൊളി. അപ്പൊ അതിന്റെ ഒരു ഓഫ് മൺഡേ കൊടുക്കും എന്നുള്ള ഒരു കിംവദന്തി പറക്കുന്നുണ്ട്. ഓ, അത് കിട്ടിയെങ്കിൽ നന്നായിരുന്നേനെ. അടിപൊളി. പക്ഷേ നബിദിനത്തിന് എന്താണ് ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളുണ്ടോ? നബിദിനത്തിന് പിന്നെ നമ്മള് പിന്നെ എന്താ പറയാ, പായസമൊക്കെ വെക്കും. ശരി. വീട്ടില് നമ്മുടെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളൊക്കെ പറയും. പ്രവാചകൻ കാണിച്ചു തന്ന മാർഗങ്ങളിലൂടെയുള്ള ഓരോരോ അനുഭവങ്ങളും ഇതുമൊക്കെ. പക്ഷെ അന്ന് വ്രതമൊന്നുമില്ല. ഇല്ല, നോയമ്പില്ല. നമ്മുടെ നാട്ടില് നബിദിന റാലിയൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു ദിവസമാണല്ലോ അല്ലേ? നാട്ടിന് നബിദിന അവധിയാണല്ലോ. നബിദിന റാലിയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ പണ്ട് ജ്യൂസൊക്കെ കൊടുക്കാൻ വഴി നിൽക്കുമായിരുന്നു നാട്ടിൽ. ഭയങ്കര രസമാണ് അത്. പിള്ളേരുടെ പാട്ടും ഡാൻസും എല്ലാം കാണും. അതെ അതെ. അപ്പൊ രണ്ടാഘോഷങ്ങൾ ഒരുമിച്ച് വരികയാണ് അല്ലേ? പാട്ട് കേട്ടോ, സോറി, ഡാൻസ് ഇല്ല. പാട്ട് അതെ, പാട്ട് ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള ഒരു ദിവസമാണ് അത്. അതെ അതെ. എവിടെ പോയാലും ഭക്ഷണവും കിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും രണ്ടാഘോഷം ഒരുമിച്ചാവേണ്ട, കുറച്ച് നമുക്ക് ആഘോഷത്തിന്റെ മാറ്റം കൂടും അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അബ്ദുൽ സമദ്, വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടല്ലേ അവിടെ? കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ. അവരാരെങ്കിലും പാട്ട് പാടുവോ? ഇല്ല. ഫാത്തിമ അതല്ലേ മോളുടെ പേര്? ഓക്കെ. എന്താ ഓർമ്മശക്തി. അപ്പൊ എന്തായാലും അബ്ദുൽ സമദിനോട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഞാനാണ് ചോദിക്കേണ്ടത്. സമദ് ചോദിക്കട്ടാ? ഓക്കെ. ഗസ് ദി സോങ് ആണ്, പാട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പാട്ട് കണ്ടുപിടിക്കണം. അപ്പോ ഇതിന്റെ ക്ലൂ ഇതാണ്: മോഹൻലാൽ, ഉർവശി. രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, യേശുദാസ് പാടിയ പാട്ട്. മോഹൻലാൽ, ഉർവശി. ആദ്യ രാത്രിയിൽ തുടങ്ങുന്ന ഗാനരംഗം. നായക കഥാപാത്രം ഡോക്ടറാണ്. കളിക്കളത്തിലെ. അയ്യോ അല്ല, കളിക്കളം മമ്മൂട്ടിയുടെ. ഇത് ലാലേട്ടനാ? ലാലേട്ടന്റെ ഒരു പാട്ടാണ് ആദ്യ രാത്രിയിൽ തുടങ്ങുന്ന ഗാനരംഗം. ഇത് തുടങ്ങുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പേരിലാണ്. അതാണ് ക്ലൂ എന്റെ വക. അതായത് നമ്മൾ എന്ന് രാവിലെ ഈ ഒരു എന്താ പറയുന്നത്, അത് ടങ് ക്ലീനർ അതല്ലേ ഇത്? പിന്നെ നീ ഉദ്ദേശിച്ചതല്ലേ? മോഹൻലാലും ഉർവശിയും ഉണ്ട്. അത് ആദ്യ രാത്രിയിൽ നടക്കുന്ന ആ പാട്ട് രംഗം തുടങ്ങുന്ന അവരുടെ ആദ്യ രാത്രിയാണ് കാണിക്കണേ. അതിന്റെ അകത്ത് നായകൻ, അതായത് ലാലേട്ടൻ ഡോക്ടറാണ്. അതെ അതെ. മനോഹരമായ ഒരു പാട്ടാണ്. അയ്യോ, എന്തുവരുന്നു പാട്ട്?
അതന്നെ. അപ്പൊ ആ വരികൾ അറിയില്ല, അതാണ് പ്രശ്നം. തമ്പുരു ആ മീട്ടിയോ ആ വരുമ്പോൾ ഈ ആ, അത് തന്നെ സാധനം. സ്റ്റെതസ്കോപ്പും ഇതും എല്ലാം വെച്ച് മോഹൻലാലിന്റെ മോൻ ഡോക്ടറാണ് ഇതിന്റെ മോളിൽ നിന്ന് വീണ് മരിക്കുന്നത്. Yes. സിനിമ അത് കിട്ടി. തന്നെയാണ് പാട്ട് പാടിയായിരുന്നോ സമത്? ഞാൻ കേട്ടില്ല. തമ്പുരു കുളിർ മീട്ടി. ഓക്കെ 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 ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും സമ്മാനം ലഭിച്ചിട്ടുണ്ട് സമത്. ഓക്കെ. അയ്യോ ഇല്ല, സമ്മാനം കിട്ടിയില്ല, നമ്മൾ അതിന് മുന്നേ പാടിപ്പോയി. ആണോ? ഓയ്യോ സോറി. അപ്പൊ സമ്മാനം കിട്ടിയില്ല, കാരണം ഞാൻ അതിന് മുന്നേ പാടി. ഈ കിളി പറന്നതിനേക്ക് ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് അല്ല, ഞാൻ വിചാരിച്ച സമത് അത് കേൾക്കാതെ. അപ്പൊ നമ്മളെ സമ്മാനം തരുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഉത്തരം പറഞ്ഞില്ല. സാരമില്ല, നമുക്ക് ഇനിയും വിളിക്കാലോ. ഇനിയും വിളിക്കണം കേട്ടോ. സമ്മാനങ്ങൾ ഇനിയും നേടാലോ അല്ലേ? സമ്മത് പണിങ്ങിപ്പോയി. ഇല്ല, സമത അവിടെ ഉണ്ട്. അപ്പൊ സമത ഇനിയും വിളിക്കണം. നബിദിന് ഓണമൊക്കെ അടിപൊളിയാവട്ടെ. എന്തുവാ ഈ പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞ ഉത്തരം പറഞ്ഞ ശേഷമാണ് സമത് ഉത്തരം പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ചെയ്തിട്ട് പോയി. ഇപ്പഴാ ഒരു കട്ടി. ചെറുപ്പക്കാരനെ വിഷമിപ്പിച്ച് പറഞ്ഞു വിട്ടപ്പോ സമാധാനമായി. അല്ല, ഞാൻ ഓർത്ത് പുള്ളിക്ക് അതന്നെ, പുള്ളി ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് ഉത്തരം പറയുമായിരുന്നു. അപ്പൊ ഐ തോട്ട് മേ ബി ഹി ഡിഡ്ന്റ് ലിസൺ ടു आवर thing. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്. സുനിൽ. സുനിൽ. സുനിൽ എവിടെ നിന്ന് വിളിക്കുന്നു? സുനിൽ ആദ്യമായിട്ടാണോ വിളിക്കണേ? ഞാൻ 100 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അല്ല, മുരുകേഷിനോട് ഞാൻ ചോദിച്ചത്. ഓർമ്മ ഉണ്ട്. ഇല്ല 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 നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? ഇല്ല, ഇടി കൊടുത്തോ? വൈഫിന്റെ പേര് ജിഷ. അയ്യോ, ഞാൻ ആ വാക്ക് പറയുന്നില്ല. ഇല്ല 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 ഇല്ല. എവിടെയായിരുന്നു? കുറെ നാൾ കാണാനില്ലായിരുന്നു. അതെ 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 അതെ. ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഒന്ന് വിളിച്ചു നോക്കാന്ന്, കുശലാന്വേഷണം നടത്താന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ, നിങ്ങളുടെ വിശേഷം എന്താണ്? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓണം വീട്ടിൽ നിന്ന് തന്നെ. വീട്ടിൽ തന്നെ. സാറ്റർഡേ നൈറ്റ് മുതൽ ഇത് അരിഞ്ഞിടണം. അരിഞ്ഞു തുടങ്ങും. സുനിൽ എന്തൊക്കെ സഹായിക്കും വീട്ടില്? ഞാനോ? മെയിൻ ഞാനാണ്. ആണോ? പിന്നെ അത് ജിഷ പറയണം. പിന്നെ അവിയല്, കൂട്ടുകറി, പിന്നെ കൂട്ടുകറി എന്ന് വെച്ചാൽ മറ്റേ കടലയൊക്കെ ഇട്ടുണ്ടാക്കുന്ന കൂട്ടുകറി അല്ലേ? അതെ അതെ അതെ. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ കടലയൊക്കെ ഇട്ടുണ്ടാവുന്ന. നമ്മുടെ അവിടെ വടക്കറി എന്ന് പറയാം, അതിനെയും കൂട്ടുകറി എന്ന് പറയും. അല്ല, ഓലൻ അല്ലേ, കാളൻ, ഇതെല്ലാം കൂടെ വെട്ടി അരിഞ്ഞിട്ട്. അല്ല, എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം? പിന്നെന്ത്? അല്ല, ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓലൻ, പച്ചടി, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ തന്നെ, അത്രേ അറിയുള്ളൂ. വഴക്കുണ്ടാക്കാൻ ഈ ഇതെല്ലാം കൂടെ അരിഞ്ഞൊരു ബക്കറ്റിൽ ഇട്ടിട്ട് അല്ലേ? ബക്കറ്റിൽ എങ്ങനെയായിരുന്നു? അത്രയ്ക്ക് ആൾക്കാരുണ്ടോ അവിടെ വീട്ടിൽ വരാൻ? പുള്ളി പറഞ്ഞു കേട്ടില്ലേ, ബക്കറ്റ്. അതെ, അതങ്ങനെയാണ്. അതെ, ബുദ്ധിക്കുറവ് ഒരു കുഴപ്പമൊരു. അല്ല, എന്തിനാണ് ബക്കറ്റിൽ ഇടുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ അത്ര ഓടൂലെന്ന് തോന്നുന്നു. ബാക്കോട്ടാന്ന് തോന്നുന്നു അല്ലേ? സത്യം. അല്ല, ബക്കറ്റിൽ നിന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. അതിന് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ഉണ്ട്. എന്താണത്? പിഞ്ഞാണം. ബക്കറ്റിന് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ പിഞ്ഞാണം എന്ന് പറയും. പാത്രം. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്തായാലും സുലേടാ, പറഞ്ഞോ. അപ്പൊ സുനിൽ ഉണ്ടാക്കും, അവിയൽ ഉണ്ടാക്കും, എന്താണ് കൂട്ടുകറി ഉണ്ടാക്കും, പിന്നെ എന്തൊക്കെ ഉണ്ടാക്കും? സാമ്പാർ ഉണ്ടാക്കും, പച്ചടി, കിച്ചടി. ഓ, അപ്പൊ ജിഷയ്ക്ക് എന്ത് സുഖാണ്. പിന്നെ അടിപൊളി. അവള് റെസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഹാപ്പിയാ. അത് ജിഷയുടെ അടുത്ത് ഫോൺ കൊടുക്കുക, എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചോദിക്കാൻ. അതെ അതെ, അത് ചോദിക്കാൻ പാടില്ല. അപ്പൊ ചേട്ടാ, ഈ ഇഷ്ടപ്പെട്ട പായസം ഏതാണ്? എങ്ങനെ? പായസം മോന് ഭയങ്കര ഇഷ്ടം മറ്റേ ഇതാണ്, സേമിയ പായസം. ചേട്ടനാ? എനിക്കും അത് തന്നെ. അത് ശരി. അപ്പൊ സേമിയ പായസമാണ് വീട്ടിലൊന്ന് ഉണ്ടാക്കുക. നമ്മളെ ഈ തിരുവനന്തപുരം സൈഡിലോട്ട് ഈ സേമിയ പായസത്തിന്റെ കൂടെ ബോളിയും കൂടെ ഇടും. അതെന്ത് സാധനം? അയ്യോ, ബോളി മഞ്ഞ കളറിൽ ഇങ്ങനെ കടലമാവ്. അതെ അതെ അതെ. കടലമാവ്, നല്ല നെയ്യ്, പഞ്ചസാര. ഇവിടെ കിട്ടും, സിൻറ്റാ ഫ്രഷിൽ കിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബോളി പോലെയാണോ ചോദിച്ചാൽ അല്ല. ഇല്ലല്ലേ? ഇപ്പൊ നമ്മളെ പട്ടത്ത് PMG പോകുന്ന വഴിക്ക് ട്രിവാൻഡ്രത്ത് പോകുന്നെങ്കിൽ ശ്രദ്ധിച്ചോ, ശ്രീനന്ദ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഞാനിപ്പോ ഉള്ളതില് ഏറ്റവും നല്ല ബോളി കഴിച്ചിട്ടുണ്ട്. മഹാബോളി നല്ലതാണ്. പിന്നെ കോട്ടയ്ക്കകത്ത് കുറെ മഹാബോളിയേക്കാളും ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ്. അല്ല, ഇതെവിടെയാണ് ശ്രീനന്ദ? നമ്മുടെ പട്ടത്തുനിന്ന് PMG പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ, ആ സിഗ്നൽ കഴിഞ്ഞ ഉടനെ. ശരി. ശ്രീവരാഹത്തും ഉണ്ട്. ശ്രീവരാഹ അമ്പലത്തിന്റെ അവിടെയുണ്ട്. ശ്രീ ശാസ്ത സ്വീറ്റ്സ് നകത്തെന്ന് പറഞ്ഞതാണ് ശ്രീവരാഹം. ശ്രീവരാഹം ടെമ്പിളിനടുത്തായിരിക്കും. അതെ അതെ. അപ്പൊ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ബോളി ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഈ സേമിയ പായസത്തിന്റെ കൂടെ. അതും ചൂട് ബോളിയുടെ മുകളിൽ ചൂട് സേമിയ പായസം കൊണ്ട് ഒഴിച്ചു കഴിയുമ്പോൾ
പാലടയാണ് സേമിയ പോവും, രണ്ടും പോവും. നമുക്ക് ഈസിലി വീട്ടിൽ വെക്കാൻ പറ്റുന്നത് സേമിയ. പാലട വെക്കാൻ തോന്നുന്നല്ലേ പറഞ്ഞു കൊതിപ്പിക്കല്ല. അത് ഈ നല്ല എരിയും പുളിയുമുള്ള സാമ്പാറും ഒക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു സാധനം സ്വർഗം മാമ സ്വർഗം. അപ്പൊ എന്തായാലും നമ്മളൊന്നും ക്ഷണിക്കുന്നില്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉണ്ടാക്കുമല്ലോ വീട്ടില്. ധൈര്യമായിട്ട് വരാലോ ആൽബർക്കയിലേക്ക്. ആൽബർക്കയിലേക്ക് ശരിക്കും ക്ഷണിക്കുവോ? എങ്കിൽ വരാം. തള്ളി നീ ചെല്ലുന്നവർക്ക് അറിയാം. ധൈര്യമായിട്ട് വന്നു. എന്തായാലും അങ്ങനെ സീരിയസ് ആയിട്ട് വിളിക്കാൻ സ്ഥിതിക്ക് വരുന്നില്ല. ഞാൻ വിളിക്കാത്ത സ്ഥിതിക്ക് പോവാറില്ല. ചുമ്മാ ആ ദിവസം നിന്ന് വിളിക്കും. അതെ അത് ആൾക്കാർ കേൾക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇന്ന് ചോദ്യം ഗസ്റ്റ് സോങ് ആണ്. ഓക്കെ. ദിലീപ്, കലാഭവൻ മണി, നാദിർ ഷാ, പ്രിയദർശൻ മഴയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പാട്ട് ഡ്രീം സീക്വൻസ്. മഴയെന്ന് പറയുമ്പോൾ കുളിര് വരും. മനസ്സിലായില്ല, ഒന്നുകൂടെ. ദിലീപ്, കലാഭവൻ മണി, നാദിർ ഷാ, പ്രിയദർശൻ. ഓക്കെ. മഴയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പാട്ട്, മഴയത്താണ് പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഡ്രീം സീക്വൻസ്. നല്ലൊരു സിനിമയായിരുന്നു, കോമഡി മൂവിയായിരുന്നു. പ്രിയദർശൻ, ദിലീപ് എന്ന് പറയുമ്പോ അധികം സിനിമകൾ ഇല്ല. സംയുക്ത വർമ്മയുണ്ട് അല്ല ഉണ്ടായിരത്ത്? ഇല്ല. ഈ നടി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടി ഒരു നോർത്ത് ഇന്ത്യൻ നടിയാണ്, മലയാളി. മലയാളത്തില്. ഓ, ഏതാണോ സിനിമ? മലയാളത്തിൽ ഒരു സിനിമയിലുണ്ട്, പ്രിയദർശൻ മൂവി തന്നെ ഉണ്ട്. ഇല്ല, എനിക്ക് ആർക്കറിയാവോ? ദിലീപും പ്രിയദർശനും കൂടെ ഉള്ള ഒരേ ഒരു സിനിമയേ ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. ഞാൻ വിട്ടു. വെട്ടം. മക്കസായി മക്കസായി റംപംപോ അത്രേ അറിയുള്ളൂ. ആഹാ, പാട്ടിന്റെ വരികളും കൂടെ പാടാൻ. അപ്പൊ എന്തായാലും സുനിൽ, വളരെ അർത്ഥവത്തായ വരികളാണ്, വയറാറ് പോലും എഴുതില്ല. അപ്പൊ എന്തായാലും അടിപൊളി. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. അടിപൊളിയാവട്ടെ. ബൈ. ആ ബക്കറ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കേ. അത് അരമണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, പോകുമ്പോ പറയാം. ശരി കേട്ടോ, ബൈ. ബക്കറ്റ് പിരിവെന്ന് കേട്ടിട്ടുണ്ട്. ബക്കറ്റിൽ അല്ല ശരി വരി. അടുത്ത പറയൂ. ഹേമ കമ്മിറ്റി അല്ല, ഞാൻ പറയാനേ, ഹേമ കമ്മിറ്റി ഇപ്പൊ സിനിമയിലുള്ളത്. ഇതുപോലെ കമ്മിറ്റി എല്ലാ മേഖലയിലും ഇറക്കണം. എല്ലാ മേഖലയിലും വേണം. എല്ലാ മേഖലയിലും ഇവിടെ കിടന്ന് അടികൊണ്ട് ചുരുളും. ഇത് ഇതിൽ പറയാനുള്ള എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്നാല്, ഇത് ശരിക്കും പറഞ്ഞാൽ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ് ഈ പുറത്ത് വന്നിരിക്കുന്ന കഥ. എന്നാൽ പോലും ഇനി ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ ആർക്കായാലും. ശരി, ഇപ്പൊ ഒരു മെയിൻ നടനായാലും, ഒരു സംവിധായകനായാലും, ഒരു പ്രൊഡ്യൂസറിനായാലും, പ്രൊഡക്ഷൻ കൺട്രോളിനായാലും, ആർക്കായാലും ഇവനൊരു പാട്ടുകാരൻ, ഒരു സിംഗർക്കായാലും പോലും, ഒരു മ്യൂസിക് ഡയറക്ടർക്കായാൽ പോലും ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് പോയി ചോദിക്കാൻ പറ്റും എന്നുള്ള തുറന്ന്. അതിന് വരുന്ന പെൺകുട്ടികളോടോ ആരോടായാലും ഞാൻ ബുദ്ധിയുള്ളടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറല് ധർമ്മേന്ദ്ര. അപ്പൊ അതിനുള്ള ഒരു പേടി ഇനി എന്തായാലും അവർക്കുണ്ടാവും. ധൈര്യം ഉണ്ടാവില്ല എന്നാണ് പറയാത്. അത് ഇങ്ങനെ കാര്യം മനസ്സിലാക്കാനായിട്ടില്ല. അമ്മൂമ്മമാര് നമ്മുടെ നാട്ടിൽ ഇതുപോലെ അമ്പലത്തിലൊരു അമ്മൂമ്മയുണ്ട്. നമ്മൾ ചെറുപ്പക്കാരന്മാരിൽ നിന്ന് കൂടി സംസാരിക്കുമ്പോ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് നമ്മൾ ബോണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും ചെണ്ടേടാ മോനെ എന്ന് ചോദിക്കും. അത് കണക്ക് ഇവിടെ നിൽക്കും. ഇങ്ങനെ പറഞ്ഞു വന്നത് ധൈര്യം, അവർക്ക് ധൈര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞില്ല. അപ്പൊ അതാണ് സംഭവം. ആ ഒരു ധൈര്യം വരെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ അധികം കയറി ആളിനെയും പിടിക്കാനും ചുമക്കാനും നിന്ന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ അതുകൊണ്ട് മാത്രം ഈ ഒരു എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവര്. ഞാൻ പറയട്ടെ, ഇപ്പോ ഇതില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത്, നമ്മൾ പാഷാണ ഷാജി എന്ന് വിളിക്കുന്ന കക്ഷി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് സാജു നവോദയയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി. ഈ സാജു നവോദയ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് നേരത്തെ അറിയാം. പണ്ട് പുള്ളിയെ പറ്റി ഞാൻ മിമിക്രി വേൾഡിൽ നിന്ന് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അറിഞ്ഞൊരു കഥ. പണ്ട് അസീസ് ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് സ്റ്റേജിൽ പോയിട്ട് ഒരുപാട് പേര് അനാവശ്യമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കാനൊക്കെ ഇടയായി. അപ്പോൾ അന്ന് ഇറങ്ങിച്ചെന്ന് ഈ ആളുകളുടെ ഇടയിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റിയത് ഹീറോസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേരായി കൂട്ടത്തിൽ ഉണ്ടായിട്ടും പുള്ളിയാണ് ഇറങ്ങിച്ചെന്നിട്ട് അവരെയൊക്കെ തള്ളി മാറ്റി. അപ്പം അന്ന് അങ്ങനെ ഒരു കഥ ഞാൻ കേൾക്കാനിടയെ. മാത്രമല്ല ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് അല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂക്കയുടെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഒരു ഇടക്കാലത്ത്. അപ്പോൾ പുള്ളി ഇതിനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്.
അതായത് പൃഥ്വിരാജ് സംസാരിച്ച പോലെ പൃഥ്വിരാജ് പറഞ്ഞതും വളരെ എന്നാൽ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ പുള്ളി പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ പൊതിഞ്ഞ്. പക്ഷെ രാജു നവോദയ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടി, അതായത് ഇന്റർവ്യൂ ചെയ്യായിരുന്ന പെൺകുട്ടി പല രീതിയിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയും പുള്ളി അത് സംസാരിച്ച രീതി, അത് വളരെ നിഷ്കളങ്കമായി കൊടുത്ത മറുപടി മനോഹരമായിരുന്നു. കണ്ട ഒരു ഇന്റർവ്യൂ ഇത്രയും നന്നായി ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഞാൻ കണ്ടിട്ടില്ല, കാണട്ടെ. അപ്പൊ അത് കണ്ടു നോക്കുക. അതുപോലെ ഈ പുള്ളി ഇപ്പൊ ഈ പറയുന്നത് എന്തെന്നാൽ ഇതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, സിനിമ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സിനിമ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം. അതുപോലെ തന്നെ 100 വട്ടം പലതിനും കീഴടങ്ങിയും വഴങ്ങിയും കൊടുത്തതിന് ശേഷം 111ാമത്തെ വട്ടം അല്ലെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഈ ഒരു വ്യക്തിയെ കാസ്റ്റ് ചെയ്യാൻ, ആണോ പെണ്ണോ ആവട്ടെ, കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ഒരു ചതിയായിട്ടും പീഡനമായിട്ടും വഞ്ചനയായിട്ടും പറയുന്നതിനോട് ഞാനും യോജിക്കുന്നില്ല. ഓബിയസ്ലി അതൊന്നും ആരും യോജിക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ കൺസെന്റോട് ഒരു കാര്യം ചെയ്യുക, പിന്നെ അതെന്തെങ്കിലും ഒരു വഴക്ക് വരുമ്പോൾ പിന്നെ അതിനെ എടുത്തിടുക എന്നുള്ളത് ദാറ്റ് ഈസ് നോട്ട് ഫെയർ. കാരണം നിയമം. പക്ഷെ ഇതല്ലാതെ നമ്മൾ അല്ലെങ്കിൽ ഇവരിവിടെ വാദിക്കുന്നത് ഈ പറയുന്ന പോലെ മുരുകേഷ് നേരത്തെ പറഞ്ഞ പോലെ ചിലർ ഉപജീവന മാർഗം കൂടിയായിരിക്കും ഇത്. ഐ മീൻ ഇറ്റ് വിൽ ബി ലൈവ്ലിഹുഡ് ആയിട്ട് അവരവിടെ പോയി അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന പോലെ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു സിസ്റ്റം ക്ലിയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ തിന്മകളായിരിക്കണം ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ രസം എന്തെന്നാൽ ഈ ഏറ്റവും വലിയ തിന്മകൾ ക്ലിയർ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ വന്നിട്ട് പറയുന്നത്, നായകന് കുപ്പി ഗ്ലാസ്സിൽ ചായ കൊടുത്തു, എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നു, അതുകൂടെ ഇതിന്റെ ഇടയിൽ തിരികെ കയറ്റും. അപ്പൊ എന്താണ്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഡൈല്യൂട്ട് ആക്കിയിട്ട് അവർക്ക് എളുപ്പം ഇതങ്ങ് ഒതുക്കി തീർക്കാൻ പറ്റും. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. പ്രധാനമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. പിന്നെ ഈ പറഞ്ഞത് ഓരോരുത്തർ വന്നിരുന്ന ക്യാമറയിൽ ഐ മീൻ ഈവൻ ഈ പറഞ്ഞ റിപ്പോർട്ടേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വളരെ മോശമായിട്ട് രീതിയിൽ മറുപടി പറഞ്ഞ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല വെളി വരുന്നത്. എന്നാ പിന്നെ വരാതിരിക്കുക എന്നുള്ളത് അത്രയെങ്കിലും ചെയ്യാമെന്നുള്ളത് വേറൊരു കാര്യം. അതെ, ഞാൻ ഈ അടുത്ത് ശരിയാ ഒരാള് ഒരു മിമിക്രി ലോകത്തുനിന്ന് സിനിമയിലൊക്കെ എത്തിയ ഒരാളുടെ ഒരു സത്യം എങ്കിൽ പിന്നെ വരാതിരിക്കുക. നിങ്ങൾക്ക് വന്ന് അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്നാൽ ഇത് പലരും അനങ്ങാതിരുന്നേനെ. പക്ഷേ അമ്മ പ്രസിഡന്റ് ആയ മോഹൻലാൽ അല്ലേ, അത് പുള്ളി ഒരു റിസൈൻ ചെയ്ത് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ചെയ്തത്. അതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ലോകം മുഴുവൻ ഇത് അറിയാൻ ഇടയായത്. കാരണം ഇത് ആർക്ക് നേരെയാണ് ഇത് റേസ് ചെയ്തിരിക്കുന്നത്? സിനിമ. അതെനിക്ക് ഇതിനോട് എതിരെ അഭിപ്രായമാണ്. അല്ലല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ മോഹൻലാൽ എന്ന വ്യക്തി പുള്ളി ആക്ച്വലി പ്രസിഡന്റ് ആക്കാൻ ശ്രമിച്ചപ്പോഴും പുള്ളി വേണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആകാണ്ടിരിക്കുകയില്ല, പക്ഷെ അറ്റ് ദ മൊമെന്റ് പുള്ളി ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെന്ന്. ആ കമ്മിറ്റിയിൽ മൊത്തം അദ്ദേഹം മാത്രമല്ല, ചെയ്തതിന് ശേഷം പിന്നെ അവർക്ക് മാറാമായിരുന്നു. അല്ലല്ല, അത് അതിന്റെ ഒരു വിഷയം എന്തെന്നാൽ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അപ്പോ എന്താണ്, എല്ലാത്തിനും ആൻസറബിൾ ആയിട്ടൊരു വ്യക്തി അതാണ് പറഞ്ഞത്, ആൻസറബിൾ ആവണം എന്നില്ല. But they could have come and opened. ഒരാളോട് ചോദിക്കില്ല, മോഹൻലാലിനെ കണക്കൊരു ബോധമുള്ള ഒരാളോട്. Obviously അങ്ങനെ ഒരു പുള്ളി എവിടെ പോയാലും അമ്മ എന്ന പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങളായിരിക്കും പുള്ളിക്ക് സിനിമ. അമ്മ എന്നുള്ള പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും മോഹൻലാൽ, മമ്മൂട്ടി അവരൊക്കെയാണ് സിനിമയിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത്. അവരാണ് നെടുന്തൂണ്. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ എന്തായാലും വരും. അപ്പൊ ഇതിന്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് എലിഗേഷൻ കാരണം റിസൈൻ ചെയ്ത പൊസിഷനിലേക്ക് പ്രേംകുമാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വളരെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, എന്തായാലും പ്രേംകുമാറിനെ പോലെ ഒരു നടൻ അതിലേക്ക് വരിക എന്ന് പറയുന്നത്, അത് ആദ്യമായിട്ടാണ് സിനിമ നടൻ വരുന്നത്. ഇതുവരെ ഡയറക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത്, നന്നെ കേട്ടത്. അപ്പൊ അതൊരു വലിയ ഒരു മാറ്റത്തിന് തുടക്കമാണ്. കാരണം ഒരിക്കലും ഒരു ചാൻസിന് വേണ്ടി ആരെയും വാതിൽ പോയി മുട്ടുകയോ ഒന്നും ചെയ്യുന്ന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു പ്രേംകുമാർ. ആ സമയത്ത് പുതുക്കോട്ടയിലെ പുതുമണവാളൻ സിനിമയിൽ ജയറാമിന്റെ കൂടെയൊക്കെ പുള്ളി നന്നായി സംസാരിക്കും. ഞാൻ പുള്ളിയുടെ ഒരു പ്രസ് മീറ്റ് കണ്ടായിരുന്നു. പുള്ളി നന്നായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈവൻ ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം വന്നതിനെ കുറിച്ചും കുറെ വിവാദങ്ങൾ. കാരണം അവിടെ വേറെ ആൾക്കാരുടെ പേരുണ്ടായിരുന്നു, പക്ഷെ പല കാരണങ്ങളാൽ അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഇങ്ങനെ ഒരാളുടെ പേര്. ഒരു നടൻ വരട്ടെ, ഒരു നടനും കൂടി നടനും അങ്ങനെ കുറെ വിവാദങ്ങൾ. ഒരു ടീമായിട്ടാണല്ലോ എന്തായാലും ഇതെല്ലാം ഫൈനലൈസ് ചെയ്യുന്നത്. ദർസ് എ ടീം. അപ്പോൾ അല്ലാതെ ഒരാളുടെ ഒരു ഡെസിഷൻ അല്ല. പക്ഷെ പ്രേംകുമാർ എന്ന വ്യക്തി എന്താണ്, ആസ് എ പേഴ്സൺ നല്ലൊരാളാണ്. ഞാൻ വർക്കല കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതെ, വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചില ചളികൾ പുള്ളി വാരി വിതറുന്നല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നതെല്ലാം വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഇനി മലയാള സിനിമയിൽ മാറ്റങ്ങളായിട്ട് ചെറുപ്പക്കാർ വരട്ടെ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക്. ആര് വന്നാലും ഈ പറയുന്ന പോലെ
ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചെന്ന് പറയാനും അത് കേൾക്കാനും ഒക്കെ ഉള്ള ക്ഷമയും ഈ പറയുന്ന പോലെ ഈ കേട്ട് എന്തെങ്കിലും ഹാരസ്മെന്റ് ചെയ്യാൻ വരുമ്പോഴാണ് പറ്റുന്ന ഞാൻ പറയട്ടെ, ആൾക്കാരായിരിക്കട്ടെ. ഇപ്പൊ പലരും പറയുന്ന ഇതാണ്, ഇപ്പൊ ചെന്ന് ഒരാളോട് ഒരാൾ കാര്യം ചോദിച്ചു, ഒരു ഫേവർ ചോദിച്ചു, അത് മറ്റേ ആൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഹാരാസ്മെന്റ്, അതാണ് വിഷയം. അതും നല്ല അല്ല, ഇതിനകത്ത് ആരും പറയുന്നുണ്ടായിരുന്നത് ഇത് നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ പരാതി പോയി പറയുന്നതാണ്. പരാതി ഉണ്ടെന്ന് പിന്നെ ഞാനും ഒന്ന് നോക്കട്ടെ. അതെ, മറ്റേ ഇടവേള ബാബുവിന്റെ അടുത്ത് ആരോ പരാതി പറയാൻ പോയിട്ട് അങ്ങനെ ഒരു തമാശ ഉണ്ടായിന്ന് ഞാൻ എവിടെ വായിച്ചു. അപ്പൊ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറാൻ അങ്ങനെ കഴിവുള്ളവർ മാത്രം അതിൽ വരട്ടെ. അതെ അതെ. അതിനൊക്കെ ഈ ബുദ്ധിമുട്ടുള്ളവർ വരാതിരിക്കുക. ഇപ്പൊ ഞാൻ ഒരു നടനെ പറ്റി കേട്ടതെന്നാല്, ഇതുപോലെ ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് അപ്രോച്ച് ചെയ്തിട്ട് ആ കുട്ടി പിന്നെ അഭിനയിക്കുന്ന സീനിൽ പുള്ളി റീടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് സംവിധായകന് ക്യാമറാമാനും ഓക്കെ ആയാലും പുള്ളിക്ക് അത് ഓക്കെ ആവില്ല. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാല്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പെൺകുട്ടിക്ക് നല്ലോണം അറിയാം എന്റെ ഈ ഒരു അവസ്ഥ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നോ പറഞ്ഞത് കൊണ്ടാവാൻ എനിക്ക് ഈ ഒരു ഹരാസ്മെന്റ്. ചുറ്റും നിൽക്കുന്ന ആർക്കും മനസ്സിലാവില്ല. അവർ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് എല്ലാ ഇൻഡസ്ട്രിയിലും, ഈവൻ നമ്മുടെ കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മേലധികാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊമോഷൻ ഇല്ല, എന്താ പറയുക, ഇൻക്രിമെന്റ് ഇല്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അഗൈൻ അവിടെയും നമുക്കൊരു HR എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ അവിടെ പോയി പരാതി പറയും, നമുക്ക് അവിടെ അത് റേസ് ചെയ്യാൻ പറ്റും. പക്ഷെ സിനിമയിൽ അത് അത്രയും റെഗുലേറ്റഡ് അല്ല. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളാണ്. നമ്മള് ഇത് പാഷനും കൂടെ ആകുമ്പോൾ വിഷയമാണ്. ഇപ്പൊ നമ്മൾ പലരും ചെയ്യുന്ന ജോലി നമ്മുടെ പാഷൻ ഒന്നുമല്ലല്ലോ, നമ്മൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് പോയി ചെയ്യുന്നതാണ് പലരും. ഇതിനകത്തുണ്ട് അതുപോലെ വയറ്റിപ്പിഴപ്പിന് ചെയ്യുന്നവർ. അല്ല, പക്ഷെ അവരുടെ പാഷനും കൂടെയാണ്. ഈ പാഷൻ വേണ്ടിയിട്ട് നമ്മൾ പാഷനുള്ള ഒരു വിഭാഗമുണ്ട്. അതല്ലാതെ ഇത് ശരിക്കും വയറ്റിപ്പിഴപ്പായി കണ്ട് അങ്ങനെയുള്ള ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആരും പറയുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ടെക്നീഷ്യൻസ്, ഒരുപാട് പേരുണ്ട്. പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഞാൻ സംവിധായകനോട് ചോദിച്ചൊരു ഒറ്റ കാര്യമുള്ളൂ. അതായത് പുള്ളി ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. പുള്ളി പറയുന്ന, ഞാൻ ചെയ്യുന്ന സിനിമയിൽ എൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് വേണം എന്നുള്ളത്. കാരണം ഇത് നിന്നാണല്ലോ കഴിക്കുന്നത്. കാരണം ഈ എല്ലാവരും അല്ല, ഇപ്പൊ ഈ 200-300 ക്രൗഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ടീമുകൾ, അവർക്ക് ഇത്തരം കസേരകൾ ഇടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ സിനിമ നമ്മൾ കാണുന്നൊരു സിനിമയല്ല. അതാണ് ഈ പല സംവിധായകരും പ്രൊഡ്യൂസേഴ്സും വന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാണുന്ന ഒരു 3.5 മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂർ അല്ല സിനിമ എന്ന് പറയുന്നത്. എൻ്റെ പ്രയത്നം ഭീകരമാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മൾ ചിലവാക്കുന്ന 100 രൂപ എന്ന് പറയുന്നത് നമുക്കും വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ 100 രൂപയല്ല, 100 രൂപ എടുത്തൊരു കുടുംബം മൊത്തം പോകണ്ട. അതെ അതെ, നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണല്ലോ പോകുന്നത്. പിന്നെ മാത്രമല്ല അവിടെ നിന്നുള്ള അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം വാങ്ങും, എന്നിട്ട് ബാൽക്കണിയിൽ ഇരുന്നേ കാണും. അതെ, അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തോരം ചെലവാക്കിയിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ സിനിമ നല്ലതല്ല. നമുക്കുണ്ട് വേദന, എനിക്ക് ഭാഗമാണ്. വല്ലാത്ത വിഷമം തോന്നിയെന്ന് വെച്ചാൽ ഇന്ത്യൻ 2 സിനിമയിലാണ്. ഒന്നാമത്തെ കാര്യം, സിനിമ കൊള്ളൂല. രണ്ടാമത്തെ പ്രശ്നം എന്താണ്, ബാൽക്കണിയിലാണ് നമ്മൾ സീറ്റ് എടുത്തിരിക്കുന്നത്, ഏറ്റവും ബാക്കിൽ BGM മാത്രമേ ഉള്ളൂ, ഡയലോഗ് ഇല്ല. അപ്പൊ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തെ അങ്ങേരെ എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇങ്ങനെയാണെന്ന്. തിയേറ്ററുകാരെ എന്റെ അടുത്ത് പറയണേ, അയ്യോ ഇത് ഇങ്ങനെയാണ്, അല്ല ഈ സിനിമ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓഹോ. അപ്പൊ ഞാൻ ഫ്രണ്ട് ബെഞ്ചിട്ടിരുന്ന സെർക്കി സിനിമ കാണാം, ഡയലോഗ് കേൾക്കാം, BGM കേൾക്കാം. പ്രത്യേകിച്ചൊന്നും കേൾക്കാനില്ല. കാർണിവൽ സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാർണിവൽ സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കരുനാഗപ്പള്ളി HNJ മോളില് കാർണിവൽ സിനിമയുടെ കാര്യമായി പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്താണ് വിളിക്കാത്തത്? എന്തായാലും ചിലപ്പോ ആയിരിക്കാം. കാരണം ഈ പറയുന്ന ഓണപ്പാച്ചിലോ അത് പക്ഷെ ആവാറായിട്ടില്ല, അടുത്ത ആഴ്ച ആവുള്ളൂ ഓണപ്പാച്ചിലൊക്കെ. അപ്പൊ എന്നാണ് അത്തം തുടങ്ങുന്നത്? അത്തം തുടങ്ങിയല്ലോ, ഇന്നലെ ആയിരുന്നു അത്തം. ആണോ? ഞാൻ മലയാളി മങ്കി ഞാൻ അറിഞ്ഞില്ല. അത്തം അറിഞ്ഞില്ല. ഇന്നലെ ആയിരുന്നു. അറിയില്ല, നമുക്ക് ഇന്നിട്ട് തുടങ്ങാം. ഇന്നലത്തെയും കൂടെ ഇന്നങ്ങ് ഇടാം. അത്തം തൊട്ട് പൊന്നോണം വരെ എന്ന് പറഞ്ഞേ നാള്. അത്തം ചിത്ര ചോതി, മകയിരം അല്ലേ, ഉത്രട്ടാതി അറിയില്ല. അത്തം ചിത്ര ചോതി മാത്രം. ചിത്ര ചോതി, വിശാഖം, മനിഴം, വിശാഖം, അനിഴം. അയ്യോ അറിയില്ല. തിരുവോണം, അവിട്ടം, ചതയം, അങ്ങനെ പോകും. ചതയം 4 ഓണം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണിത്? അരുൺ. അരുൺ നമ്മള് തിരുവനന്തപുരം അല്ല. എന്തോ തിരുവനന്തപുരത്തുള്ള അരുണാണോ? അതെ അതെ അതെ. ശബ്ദം അതെ മാറിയിരിക്കുന്നു. വ്യത്യാസം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അരുൺ വിശേഷം? ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ടോ? ഓണത്തിന് നാട്ടിൽ പോകുന്നില്ല, നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. അത് ശരി. എന്ത് പറ്റി, ഓണം ആഘോഷിക്കാൻ നിന്നില്ലേ? കുട്ടികൾക്ക് സ്കൂൾ തുറന്നില്ലേ. അരുൺ നാട്ടിലെവിടെ? ട്രിവാൻഡ്രത്ത് എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്ത് പേരൂർക്കട. നമ്മുടെ അയൽവാസിയാണ്. പേരൂർക്കട എവിടെ? പേരൂർക്കട മണ്ണാമല പോകുന്ന വഴിക്ക്.
മണ്ണാമ്പൂല പോകുന്ന വഴി. ആ ഓക്കെ. മണ്ണാമൂല. ഏത് സ്കൂളിലാ പഠിച്ചതെന്ന് അകത്തുനിന്നാണ് ചോദ്യം. രാജ ഏ വിദ്യാധിരാജ വെള്ളയമ്പലത്തുള്ള. വെള്ളയമ്പലത്തുള്ള. വെള്ളയമ്പലത്തുള്ള വിദ്യാധിരാജ. ഓ അത് ശരി. ഓക്കെ ഓക്കെ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നടൻ ബൈജുവിന്റെ വീട് ആ അതെ. അല്ലേ? അറിയാം അറിയാം അറിയാം. ആ അതിന് നേരെ താഴെയാണ് എന്റെയും വീട്. ഏത് വീട്? ഓഹോ എന്റെ ഭർത്തൃ വീട്. വീട് എളപ്പഴഞ്ഞി. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ വിദ്യാധിരാജ സ്കൂളില് ട്രിവാൻഡ്രം വിദ്യാധിരാജയിൽ വരുന്നത് നമ്മുടെ ഈ കലോത്സവം വരുമ്പോഴത്തേക്ക് അവിടെയാണല്ലോ ക്യാമ്പിംഗ്. ഓക്കെ ഓക്കെ. വിദ്യാധിരാജ വേറെ സിലബസ് ആണോ? CBSE ആണോ? അല്ലല്ല, നോർമൽ സ്റ്റേറ്റ് സിലബസ് ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ 3 തീർത്ഥപാദ മണ്ഡപം, രാജധാനി ഓഡിറ്റോറിയങ്ങൾ 3 ഇല്ലേ? കാർത്തിക് നാൾ ഓഡിറ്റോറിയം. കാർത്തിക നാട്. ആ 3 ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കലാപരിപാടികൾ 3 ദിവസം. അതെ അതെ അതെ. അപ്പൊ നമ്മളവിടെ അപ്പൊ അരുൺ ഉണ്ടായിരുന്ന ഏത് ബാച്ചിലാ പഠിച്ചിറങ്ങിയത്? ഞാന് 96 ഇറങ്ങി. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് സെയിം. എന്താ അല്ലേ? അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് ആ തന്നെ അതാ. നിങ്ങളുടെ ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ അരുൺ? അവിടെ ഒരു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിരഞ്ജൻ എന്ന് പറഞ്ഞ നിരഞ്ജൻ M. നായർ. അവിടെ ഓ ആ അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹമാണ് ചോദിച്ചത് ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന്. അപ്പൊ ഒരേ ബാച്ചിൽ പഠിച്ച ആൾക്കാരാണല്ലേ? നമ്മള് LKG തൊട്ട് ആഹാ. 10ാം ക്ലാസ് വരെ ഓ അടിപൊളി. 95-ലോ 96-ലോ നാടകത്തിന് നമ്മളാണ് കൊണ്ടുപോയത് ഫസ്റ്റ്. ആര്? കറക്റ്റ് വർഷം ഓർമ്മ വരുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാ ആറ്റിങ്ങല് നമ്മളെ ടീം. നിങ്ങള് വിദ്യാധിരാജായിരുന്നു. വിദ്യാരാജ ആറ്റിങ്ങൽ. 95, 96 നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ, കാരണം നമ്മളായിരുന്നല്ലോ ഒരു ആ ഇവിടെ ഇങ്ങനെ കുറെ ഏതൊരു വർഷം ഭീമകടകൾക്ക് ഏതോ ഒരു വർഷമായി 95 നമ്മുടെ നാടകത്തിനാണ് ഫസ്റ്റ് കിട്ടിയത്. കണ്ട ഏതായിരുന്നു പേര്? നാടകത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു കാഞ്ചനസീത അകത്തുനിന്ന് പറയുന്നുണ്ട്. ശ്രീകണ്ഠൻ നായരുടെ. ഞാൻ കറക്റ്റ് ആയിട്ട് നാളെ ഇവിടെ വന്നിങ്ങനെ ഒരുപാട് ഡമ്പടിക്കും. നമ്മളെല്ലാം സമ്മതിച്ചു. ഏതോ ഒരു വർഷം കൊണ്ടുപോയിട്ട് എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ വിദ്യാധിരാജ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോഴാണ് പഴയ ഓർമ്മകളിലേക്ക് പോയത്. അതിനുശേഷം ജീവിതം എന്തുമാത്രം മാറി അത് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഏതോ ഒരു വർഷം കൊണ്ടുപോയിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയാം. ആരോ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അല്ല, കണ്ടിന്യൂസ് 2 വർഷം നിങ്ങളാണ് കൊണ്ടുപോയത്. അത് ഉറപ്പാണല്ലേ? എനിക്ക് തോന്നുന്നു 95, 96 നമുക്കായിരുന്നു. അതോ 94, 95? അല്ല, ഏതോ ഒരു വർഷം നമുക്കുണ്ട്. കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാരാജ എന്ന് പറയുന്ന ആറ്റിങ്ങൽ എന്ന് പറയുന്നതിന്റെ പേര് വന്നത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആൾക്കാർ അറിഞ്ഞത് അവിടെയാണ്. കാരണം നമ്മൾ ആറ്റിങ്ങൽ സ്കൂൾ ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അരുൺ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പൊ പറയൂ അരുൺ, എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ അബുദാബി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുന്നു. ഓ അടിപൊളി. അയ്യോ, നമുക്ക് വേറൊരു കോളം ഉണ്ടായിരുന്നു ഇതുപോലെ. ഇലക്ട്രിസിറ്റി വാട്ടർ. പുള്ളി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമെന്ന് പറയുമായിരുന്നു. പക്ഷെ ആളുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓക്കെ. എത്ര മക്കളാ? 2 പേര്. 2 പേര്. എന്ത് ചെയ്യുന്നു? മോള് 8th, മോന് 2nd grade. ഓക്കെ ഓക്കെ അടിപൊളി. അപ്പൊ നേരത്തെ കല്യാണം കഴിഞ്ഞു അല്ലേ? എന്തോ നേരത്തെ കല്യാണം കഴിഞ്ഞു? നേരത്തെ കല്യാണം കഴിഞ്ഞു. കൃത്യസമയത്ത് എന്റെ കല്യാണം കഴിഞ്ഞു അല്ലെ? മോളെ 8th എന്ന് പറയുമ്പോൾ സമയത്ത് കല്യാണം കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ കഴിഞ്ഞു, നേരത്തെ അല്ലാന്ന്. ഓഹോ. അപ്പൊ നിങ്ങളുടെ കാലത്ത് കൃത്യസമയം എന്ന് പറയുമ്പോ എന്താണ്? കൃത്യസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കൃത്യസമയം. നമ്മൾ എപ്പോഴും കല്യാണം കഴിക്കുന്നു, അതാണ് കൃത്യസമയം. അങ്ങനെ വരട്ടെ, അതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എങ്ങനെ നടന്ന കല്യാണമാണെന്ന്. വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പേര് നീരജ. നീരജ. ഓക്കെ. നീരജ ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യണ്ടോ? ഇപ്പൊ ഹൗസ് വൈഫ് ആണ്. ഫാർമസിസ്റ്റ് ആയിരുന്നു. ഓക്കെ. അല്ല, ഇത് എന്താണ് വന്നിട്ട് എത്ര വർഷമായി ഇവിടെ യുഎയില്? ഞാനിപ്പോ 18 years ആയി. 18 years ആയി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അരുണ് ചോദിക്കും. പാട്ട് പാടുവോ? എന്തോ? പാട്ട് പാടുവോ? ഇല്ല, നമുക്ക് തീരെ പറ്റാത്തൊരു സാധനമാണത്. നാടക അഭിനയം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ. ഇപ്പോഴും ഉണ്ടോ കലാപരിപാടികളൊക്കെ? ഇല്ല. അതൊരു രസമായിരുന്നല്ലേ ആ ഒരു 20 മിനിറ്റ് അല്ലേ? സത്യം സത്യം. അത് എത്ര റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ പോയി. ശരിയാണ് ശരിയാണ്. അപ്പോ എന്തായാലും ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. ഇത് നെടുമുടി വേണു, അതായത് ഗസ് ദി സോങ് ആണ്. നമ്മൾ പ്രോഗ്രാം കാണാറുണ്ടോ അരുൺ? ഞാൻ സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. അപ്പൊ പിന്നെ അറിയായിരിക്കും. അപ്പൊ ഞാൻ ക്ലൂ തരാം കേട്ടോ, പാട്ട് കണ്ടുപിടിക്കണേ. ഓക്കെ. അപ്പോ നെടുമുടി വേണു, പാർവതി, ജോൺസൺ മാഷിന്റെ സംഗീതം, യേശുദാസ് പാടിയ പാട്ട്. നെടുമുടി വേണു, പാർവതി, ജോൺസൺ മാഷിന്റെ ഭരതൻ ചിത്രമാണ്. ഭരതൻ ചിത്രമാണ്.
ഭരതൻ ചിത്രം. വളരെ കുറച്ച് ചിത്രങ്ങളേ ഉള്ളൂ, നമുക്ക് ഓർത്തെടുക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഒരു മകളുടെ സ്നേഹം കിട്ടുമ്പോഴുള്ള സന്തോഷവും. വേണവും നമ്മുടെ ശാരദ, നടി ശാരദ. Correct, correct, correct. ഓ, പാട്ട് കിട്ടുന്നില്ല. പൂവേണം അതന്നെ പാടിക്കോ. അല്ലേ? പാടിക്കോ. അയ്യോ, പാട്ട് പാടാൻ എനിക്ക് പറ്റില്ല. പാട്, ധൈര്യമായിട്ട് പാട്. വേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാനം താത്തിയ പെണ്ണിൻ തൂമകൾ വേണം കുന്നത്തെ താനനനാനനനാനനനാനനനാനനനാന എന്നെ കൂടെ തെറ്റി. താനന താനനാന 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 വേണം പൂവിളി വേണം പൂവള വേണം. ഇതായിരുന്നു പാട്ട്. ഇതല്ല പാട്ട്, ഇതുപോലെ ഇതുപോലെ എനിക്ക് പാട്ട്. ഇതല്ല പാട്ട്. അയ്യോ, ഇതല്ലേ പാട്ട്? ഇത് തന്നെയാണ് പാട്ട്. ആ, ഓക്കെ ഓക്കെ. നമ്മൾ നമ്മൾ പാടിയതുപോലെ പാടിയതുപോലെയല്ല. എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ. അതായത് ഈ യേശുദാസൊക്കെ നല്ല കഷ്ടപ്പെട്ട് പാടി വെച്ചിരിക്കുന്ന പാട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് പാടി ഈസിയായിട്ട് പാടും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെ വളരെ സന്തോഷമായിരുന്നു. സന്തോഷം കേട്ടോ അരുൺ. മുരുകേഷിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചു അല്ല, തന്നെ. എന്നാലും അരുൺ, അത് വളരെ എനിക്ക് പഴയ കാലത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ സന്തോഷം. അതെ. ആദ്യം എല്ലാത്തിനും നെഗറ്റീവേ കാണുള്ളൂ. അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് എന്താണ് എത്ര സിനിമകളിലേക്ക് എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചെന്നറിയാമോ, നിനക്ക് അറിയാവുന്ന നായികമാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ആദ്യം ആശുപത്രിയിലാണ് ചുമയും കൊരയൊക്കെ ആയിട്ട്. ഈ മനസ്സ് നന്നായിരിക്കണം. അരുണിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ അരുണ ഇനിയും വിളിക്കണം കേട്ടാ. ബൈ അരുൺ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിക്ക്. ഓക്കെ ഓക്കെ. ഓണമൊക്കെ അടിപൊളിയാവട്ടെ. ഓക്കെ ഓക്കെ. സോറി. അപ്പൊ എന്തായാലും അങ്ങനെ അരുൺ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ അടിക്ക് ഡമ്പ് തള്ളു. എന്റെ മേ അല്ലല്ല, അത് പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മള് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വേറൊരു ഇതുണ്ട്, നാടകത്തിന്റെ ഒരു കളരി ഉണ്ട്, അറിയാം നിനക്ക്? ഇല്ല. എല്ലാരും കൂടെ നമ്മൾ മത്സരിക്കാൻ പോകുന്ന ഒരു ഇതുപോലെ ഒരു സംഭവമുണ്ട്. കേരളോത്സവം പോലെ ഒരു പേരും കൂടെ ഉണ്ട് അതിന്റെ. അറിയില്ല. ഇതിനെല്ലാത്തിനും നമ്മൾ അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ഈ പണ്ട് നമ്മൾ പറയത്തില്ലേ, ഈ സിനിമയിൽ അഭിനയിക്കാൻ മദ്രാസിൽ പോയി കിടന്ന് പട്ടിണി കിടന്നു എന്ന് പറഞ്ഞാണ്. വീട്ടിൽ നിന്ന് 10 പൈസ തരത്തില്ല, സ്കൂളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ഇല്ല. നമ്മൾ ബസ്സിൽ കയറിയിട്ട് ശലഭമേളയല്ല, വേറൊരു ഇല്ലല്ല വേറൊന്നും കൂടെ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു പേരും കൂടെ ഉണ്ട്. അല്ലല്ല, ഞാൻ ആലോചിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നമ്മുടെ ഇതെന്താണ് അക്കാഫിന്റെ പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ഒരാള് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച്. എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല, നല്ല തടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിടാ, നമ്മള് നാടകത്തിന് 2 തവണ ഒരുമിച്ചുണ്ടായിരുന്നു. കാരണം ഇത് ഈ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സ്കൂളുകൾക്കൊന്നും സപ്പോർട്ടില്ല. അപ്പൊ നമ്മൾ ഈ ബസ്സിലൊക്കെ കയറി പിരിച്ച പൈസയൊക്കെ ആയിട്ട് ഈ ട്രിപ്പിൾ അടിക്കുന്ന ആളില്ലേ, പുള്ളിയെടുത്ത് കടമൊക്കെ പറഞ്ഞ് പുള്ളിയെ സോപ്പിട്ടൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി തന്നെത്താന്റെ കരിയൊക്കെ തേച്ച് മേക്കപ്പെട്ട് ഒരു സമയം. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ഷോയിൽ വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വിളിച്ചതിന് ഇനി വിളിക്കാത്തവർ, വിളിക്കാൻ കാത്തിരിക്കുന്നവർ അടുത്ത ആഴ്ച നമ്പർ ഓർത്ത് വെക്കുക. Thursday 8:30 to 9:30 നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഓണത്തിന്റെ തിരക്കുകളൊക്കെ ആയിട്ടായിരിക്കും, എല്ലാവരും തിരക്കായിരിക്കും. എന്തായാലും ഓണത്തിന് മുന്നേ നമ്മൾ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും. ഓണത്തിനും ഉണ്ടാവുമായിരിക്കാം. അപ്പൊ എന്തായാലും till then you guys take care, stay safe. Good night. Good night. തട്ടിയിടരുത്.